അതവർക്ക് ക്ഷീണങ്ങൾ ഇതാക്കുകയുള്ളത്. ഞാനും അത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി ഞങ്ങളുടെ ഹോട്ടലിൽ താഴെ തന്നെ കോസ്മോപൊളിറ്റന് താഴെ തന്നെ ഉള്ള ഫ്ലോറിൽ ഇറങ്ങി ഫുഡ് കഴിക്കാൻ പോകുന്നതാണിത്. എക്സ്ലോട്ടിൻ്റെ തിരക്കാന്ന് എനിക്ക് തോന്നുന്നു. ഞങ്ങൾ കഴിക്കാൻ പോകുന്ന ബ്രേക്ക്ഫാസ്റ്റിൻ്റെ തിരക്കാണ്. കടയിൽ കയറാൻ പറ്റാം, പക്ഷെ അതിന് കയറാൻ പറ്റില്ല. 21+ ആണ്. ഒരു ഹെവി ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു തോന്നുന്നു. എന്തൊക്കെ കുറേ സാധനങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഞങ്ങളുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റാണ് എഗ് ബർഗർ ഞങ്ങൾ ഓർഡർ ചെയ്തത്. എഗ്സ് ലട്ടിന്ന് ഒന്ന് സ്ക്രാമ്പിൾഡ് എഗ്, ഒന്ന് വേറെ ടൈപ്പ് എഗ്ഗാണ് ഓർഡർ ചെയ്തത്. പിന്നെ ബ്രെഡ് സ്റ്റീക്സ് എങ്ങനെയുണ്ടെന്ന് അറിയില്ല, അത് കഴിച്ചിട്ട് പറയാമെന്നാണ് പറഞ്ഞത്. എങ്ങനെയുണ്ട് അത് പിന്നെ എല്ലാം നല്ലതാന്ന് പറയും കേട്ടോ. അത് നല്ലൊരു കൊച്ചാണ്. ഞങ്ങളുടെ ബർഗർ ഞങ്ങൾ ഓർഡർ ചെയ്തതാണ്. സ്ക്രാമ്പിൾഡ് എഗ്, ചീസ്, കാരമലൈസ്ഡ് ഓനിയന്, അതിൻ്റെ ചിക്കൻ സോസേജ്, പിന്നെ എഗ്ഗും വെച്ചേക്കണത്. മറ്റേ കസ്റ്റാർഡായിരുന്നു കേട്ടോ. ഞങ്ങളെല്ലാം ടേസ്റ്റ് ചെയ്യാണ്, ഓരോ ബൈറ്റ് വെച്ചാണ് ഞാനും അതെല്ലാം കഴിക്കുന്നത്. ഒന്ന് ഡെന്നീസിനെക്കാട്ടും വ്യത്യസ്തമായി കഴിക്കാമെന്ന് വെച്ചാൽ. നല്ല ക്രൗഡാണോ, നല്ല ക്രൗഡ്. ഇത് ഫ്രഞ്ച് ടോസ്റ്റിൻ്റെ സ്റ്റിക്കാണ്, കസ്റ്റാർഡിൽ മുക്കായിട്ടാണ് കഴിക്കുന്നത്. ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഞങ്ങൾ റൂമിലേക്ക് കയറി. റൂമിലെ വ്യൂസാണ്. രാവിലെ സൺറൈസ് ആണ്. ഇതായത് വന്യ റൈസ് ചെയ്ത് കഴിഞ്ഞതേ ഉള്ളേ. അത് കഴിഞ്ഞിട്ട് വ്യൂസൊക്കെ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. ആ പാരീസ് ഹോട്ടലിലാണ് ഞങ്ങൾ പിറ്റേ ദിവസം സ്റ്റേ ചെയ്തത്. ഇന്ന് നാളെ സ്റ്റേ ചെയ്യണത്. അവിടെ നിന്നുള്ള വ്യൂസാണ് ഇത്. ആ MGM ഗ്രാൻഡിലാണ് ഞങ്ങൾ ആദ്യം സ്റ്റേ ചെയ്തത്. പിന്നെ അതവിടെ നിന്ന് ഒളിഞ്ഞു നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഫുഡൊക്കെ കഴിച്ചൊന്ന് ക്ഷീണമായി. ഇത് കഴിഞ്ഞിട്ട് വേണം ഞങ്ങൾക്ക് സ്വിമ്മിംഗ് പൂള്, കോസ്മോപൊളിറ്റനിലെ സ്വിമ്മിംഗ് പൂൾ എക്സ്പ്ലോർ ചെയ്യാനുള്ളത് കൊണ്ട് അതവിടെ നിന്ന് റെസ്റ്റൊക്കെ എടുക്കുമായിരുന്നു. ഞങ്ങൾ പാരീസ് ഹോട്ടലിലാണ് നാളെ താമസിക്കാൻ സ്റ്റേ ചെയ്യാൻ വേണ്ടി വിചാരിച്ചേക്കണത്. പിന്നെ അവിടുത്തെ എംപ്ലോയി പറഞ്ഞു, ഈ കോസ്മോപൊളിറ്റൻ ഹോട്ടലിലാണ് ഇങ്ങനെ ബാൽക്കണി ഉള്ളൂ. ഇതൊക്കെ സത്യമാണെന്ന് അറിയില്ല. ബാൽക്കണി ഉണ്ട്, പക്ഷേ എന്താണ് പറയണത്, ലാസ് വേഗാസിലുള്ള ഹോട്ടലിൽ ഇങ്ങനെ ഇറങ്ങി നിൽക്കാൻ പറ്റിയ ബാൽക്കണി ഉള്ളത് കോസ്മോപൊളിറ്റനിലാണ് എന്നൊക്കെ അയാൾ പറഞ്ഞു. സത്യമാണെന്ന് അറിയില്ല. പിന്നെ ഞങ്ങൾ MGM ഗ്രാൻഡ് ഉണ്ടായിരുന്നില്ല ഞങ്ങൾക്ക് ഇതുപോലത്തെ ബാൽക്കണി. പിന്നെ ഞങ്ങൾ പാരീസിൽ പോയിരുന്നു, പിന്നെ എക്സ്കാലിബറിൽ പോയായിരുന്നു. പിന്നെ ഞങ്ങൾ ഒരു ഹോട്ടലിലും കൂടി പോയായിരുന്നേ. അവിടെ ശരിയാണ്, ഞങ്ങൾക്ക് ബാൽക്കണി ഉണ്ടായില്ല എവിടെയും. അപ്പോൾ ബാൽക്കണി ഉള്ള ഹോട്ടൽ നമ്മുടെ കോസ്മോപൊളിറ്റൻ ആണെന്നൊക്കെയാണ് അവർ പറഞ്ഞത്. ശരിയാണെന്ന് ഞങ്ങൾക്കറിയില്ല. ഞങ്ങൾ സ്റ്റേ ചെയ്ത ഹോട്ടലിൽ ഇങ്ങനത്തെ ബാൽക്കണി ഉണ്ടായത് കോസ്മോപൊളിറ്റനിൽ മാത്രമേ ഉണ്ടായിരുന്നു. Scammer gets scammed. പിന്നെ ഞങ്ങൾ മാക്സിമം ബാൽക്കണി യൂട്ടിലൈസ് ചെയ്ത കാര്യം, ഞങ്ങൾ ഫിൻലൻഡിൽ നിന്ന് പോയപ്പോൾ ഫിൻലൻഡിൽ നല്ല തണുപ്പും സൂര്യനും ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ സൺറൈസും സൂര്യനും എല്ലാം കണ്ടുകൊണ്ട് ഞങ്ങൾ മാക്സിമം ബാൽക്കണി തന്നെ നിന്നത്. പക്ഷെ നല്ല തണുപ്പുണ്ടായിരുന്നു കേട്ടോ. തണുപ്പൊക്കെ ഉണ്ടായി, എന്നാലും ഫിൻലൻഡിൽ വെച്ച് നോക്കുമ്പോൾ കുഴപ്പമുണ്ടായിരുന്നില്ല. ഞങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്തു ബാൽക്കണി ആയിട്ട്. ഇതെന്താണ്? എൻ്റെ എൻട്രൻസ്
ഞാനും അത് ഇവിടുത്തെ പൂളേരിയിൽ പോയി പൂൾ എങ്ങനെ ഉണ്ടെന്ന് കണ്ടേക്കാന്ന് ഓർത്തു. അതും എന്നെ വഴി കാണിച്ച എന്നെ ആളാണ്. അതാണ് ഇല്ലാത്തേക്ക് പോണത്. എന്റെ ഗൂഗിൾ മാപ്പാണ് കണ്ടിന്യൂ സ്ട്രേറ്റ് എന്ന് പറഞ്ഞോണ്ടിരിക്കുന്ന ഗൂഗിൾ മാപ്പാണ്. ഗൂഗിൾ മാപ്പാണ് ഈ സമ്മതിക്കുള്ള കണ്ടിന്യൂ സ്ട്രേറ്റ് തള്ളുന്ന ഗൂഗിൾ മാപ്പാണ്. ഫുള്ള് ലൊക്കേഷൻ കാണിച്ചു തരും. ഇവിടെ കണ്ടിന്യൂ സ്ട്രേറ്റ് ഇവിടെ പൂൾ അന്വേഷിച്ച് ഇറങ്ങി നടക്കുകയാണ്. ഇതാണ് ഞങ്ങളുടെ പൂള് അല്ല. അതെ, രണ്ട് പൂളുണ്ട്. അപ്പുറം ഉണ്ട്, ആഴം കൂടുതല. അല്ല, അവന്റെ അപ്പുറം ഉണ്ട്. പുളി പൂളാണ് ഇവിടെ ഇരിക്കും. ഞാനിവിടെ ഇരുന്നതേ ഉള്ളു. അപ്പൊ എന്റെ മോന് അങ്ങോട്ടേക്ക് ആഴത്തിലേക്ക് ഇറക്കാം. അങ്ങോട്ടുണ്ട്. ഇല്ല, നല്ല സ്പോട്ട്. തല മുക്കി പറ്റാ. പുഷപ്സ് ചെയ്യട്ടെ. കാൽ മുക്കി പുഷപ്സ് ചെയ്യാം. ഇവിടെ ആദ്യമേ വന്ന് വെളുപ്പാങ്കാലത്ത് നിന്ന് ഈ തണുപ്പത്ത് ഞങ്ങൾ മാത്രമേ ഉള്ളൂ. ഹീറ്റർ കൂടാന്ന് പറഞ്ഞ കാര്യമൊന്നുമില്ല. ഹീറ്റർ ഇവിടെ ഹീറ്ററാണ്. പക്ഷെ നമ്മുടെ വെള്ളം നനയത്ത് ഭാഗം നല്ലൊരു തണുക്കും. മേളിലേക്കുള്ള അപ്പുറപ്പൊടി ഇപ്പൊ തണുത്തായിരിക്കും. അതാണ് ഇവിടെ കിടന്ന് പിടക്കണത്. ഇരിക്കുന്ന പൊടി മാത്രമേ ചൂടുള്ളൂ. പിന്നെ ഇന്ന് ടെമ്പറേച്ചർ ഭയങ്കര ഡൗൺ ആണ്. നിനക്ക് തണുക്കനെയാണ് ഇത്. വെള്ളത്തിരിക്കുമ്പോ ഇവിടെ അവിടെ തണുപ്പല്ലോ, അവിടെ ചൂടാലോ. നീ ഇരിക്കുന്നത് ആ വെയിൽ വന്നു തുടങ്ങി. അപ്പൊ ഇനി ചൂടായിക്കോളും. ഫുള്ള് ഹോട്ടൽ കാണിക്കാൻ പറ്റില്ല. ഇന്ന് ഞങ്ങൾ ഫ്രീ ആണ്, ഫ്രീ ബേർഡ്സ് ആണ്. അല്ലേ? അതാ നാളെ അല്ല, നാളെ ഞങ്ങൾ അടുത്ത ഹോട്ടൽ എടുക്കും. നിങ്ങൾ എങ്ങനെ ഹോട്ടൽ മാറി മാറി അറിയില്ല. കസിനോസ് ഒക്കെ കസാനോസ് ആണ് ഇവിടെയൊക്കെ. കസാനോസ് അല്ലേ? അതോ എന്ത് ലോസാണോ? അതിന് പൈസ കൊടുത്തിട്ട് വേണം കളിക്കാൻ. പിന്നെ ഈ കുഞ്ഞു കൊച്ചിനെല്ലാം കണ്ടേനും അപ്പം തന്നെ പിടിച്ചോണ്ടു. കുഞ്ഞു കൊച്ച ടേബിളിന്റെ ഭാഗത്തേക്കൊന്നും പോകാൻ പാടില്ല. ഗൂഗിൾ മാപ്പ് എങ്ങോട്ടാ പോണ്ടത്? ഗൂഗിൾ മാപ്പ് ഇവിടെ സെർച്ചിങ് ആണ്. ഇത് പിന്നെ നമ്മുടെ സെയിം ഹോട്ടലിന്റെ ബാഗിനകത്ത് തന്നെയാണ്. അങ്ങോട്ടല്ല ഗൂഗിൾ മാപ്പ്, ഇങ്ങോട്ടുള്ള ഇതില് പോയപ്പോലെ. ക്യാഷ്യർ ഇവിടെ നിന്ന് പൈസ എടുത്തത്. ഈ ഗൂഗിൾ മാപ്പ് ചുമ്മാ ഇതാണ്. ശരിക്കും ഗൂഗിൾ മാപ്പിനെ പോലെ ഓടി കളിക്കണം. എല്ലാ ജീവിതം നിങ്ങളത് നടന്നു തരാം. മെയിൻ ഒരു എക്സിറ്റ് ഉണ്ട്, ആ വഴി നമുക്ക് ഇറങ്ങാം. ഈ എക്സിറ്റ് വഴി ഇറങ്ങാം. അതിൽ കൂടെ നമുക്ക് ഇവിടെ നിന്ന് കഴിക്കണോ വേണ്ടിയോ? നമുക്ക് കാക്കയുടെ പരിപാടി കഴിഞ്ഞില്ല. മറ്റേ
സ്റ്റാൻഡാണ് ഇക്കാക്കടെ ബസ് നിർത്തണേന്നാണ് AWSന്റെ പരിപാടിക്ക് പോയിക്കാണ്. അറിയില്ല. ഞങ്ങൾ ഇക്കാക്ക ഇല്ലാതെ എൻ്റെ കൂടെ ഒരു ഗൂഗിൾ മാപ്പിൻ്റെ കൂടെയാണ് ഞാൻ പോകുന്നത്. ഗൂഗിൾ മാപ്പാണെങ്കിൽ ഡിസ്കോ ഒക്കെ കളിക്കാതെ ഡിസ്കോ ഇതാണ്. ഞങ്ങൾ വീണ്ടും ഞങ്ങൾ ടവറിലേക്ക് നടന്നു. ലഞ്ച് കിട്ടിയത് ചിക്കൻ പിസ്ത അതും കഴിച്ചു നോക്കുവാണ്. കുഴപ്പമില്ലാന്ന് പറയും, തിന്നോക്കും പറയാം അല്ലേ. അത് ഫോണിലൊന്ന് മുക്കി കൊടുത്തേക്കാം, ഇങ്ങനെ സുഖം ഉണ്ടെന്ന് കാണിച്ചു കൊടുക്കാം. ഫോണൊന്ന് മുക്കി കൊടുത്തേക്കാം. നല്ല സുഖല്ലേ? നല്ല വ്യൂ. ഇവിടെ നിന്ന് ബാത്ടബിൽ നിന്ന് മലയും കാണാം, കാണാം, മൂണും കാണാം. ചൂടല്ലോ ബാത്റൂമൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോ ഗൗൺ ഇട്ടത് പോലെ ഉണ്ട്. അതെ, കുളിയൊക്കെ കഴിഞ്ഞ് മോൻ ബാത്റൂമിൽ TV കാണോ. രാജകുമാരൻ വലിയ സെറ്റപ്പായി TV ആണ്. രാജാവ് സെറ്റപ്പ് ആയിട്ട് കിടക്കുകയാണ്. Do anything and doesn't even glow, but somehow everyone forgot that if you get close enough to the glow squid, it gives you night vision. This is super helpful when exploring water. ലാസ് വേഗാസിൽ വന്നേക്കാന്നല്ലേക്കോ. എന്നാലും എനിക്ക് TV മതി, എനിക്ക് കട്ടിലേക്ക് കിടന്നാൽ മതി, എനിക്ക് സ്വിമ്മിംഗ് പൂൾ മതി, എനിക്ക് പുറത്തൊന്നും ഇറങ്ങണ്ട. ഫുഡ് മാത്രം വരെ ഹോട്ടലിൽ പോയി കഴിക്കും, അല്ലെങ്കിൽ ഇവിടെ ഓർഡർ ചെയ്ത് കഴിക്കും. അതാണ് എനിക്ക് വേണ്ടത്. കണ്ട അവന് TV കാണുന്നത്. Bro, instead of steal a brain rot, I kind of want to try Plants vs. Brain Rots today. Sure, I've been playing a little bit. Oh, nice. So, can you teach me? വൈകുന്നേരത്തിന്റെ മലയൊക്കെ സണ്ണൊക്കെ സെറ്റ് ചെയ്യാറ് ഇവിടെ. വൈകുന്നേരത്തെ ഡിന്നറിന് വേണ്ടി എല്ലാം ഓപ്പൺ ആവുന്നതാണ്. ഇന്നലെ ഹോട്ടലിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റില്ല, അപ്പോൾ ഓർഡർ ചെയ്ത സാധനമാണ്. എന്താ ഓർഡർ ചെയ്യുന്നത് വെച്ചാൽ ഭയങ്കര സെറ്റപ്പാണ്. ആൻഡ്സ് ക്ലൈംബിങ് നൂഡിൽസ്, ആൻഡ്സ് ക്ലൈംബിങ് എ ട്രീ. അതാണ് ഇത് കണ്ടോ, ആൻഡ്സ് ട്രീയിൽ ക്ലൈംബ് ചെയ്യണമല്ലോ അവരുണ്ടാക്കി വെച്ചേക്കണേ. അതാണ് ടേസ്റ്റ് ചെയ്യുന്ന ആള്. എങ്ങനെയുണ്ടോ അതാ? സോ സ്പൈസി ആണോ? അല്ല, സ്വീറ്റ് ആണോ? എന്നിട്ട് അവര് ഭയങ്കര സ്പൈസിയാന്ന് പറഞ്ഞത് നമ്മളോട്. ഓക്കെ, ഇന്നത്തെ ഞങ്ങളുടെ ഈ കടയിലെ മെനുവിലെ സാധനമാണ്.
ഞാൻ ഓർഡർ ചെയ്ത് നല്ല സ്പൈസി ആണ്. അതെ ഞങ്ങൾ നല്ല സ്പൈസി വന്നു. ഈ സോസ് പറഞ്ഞ് തിന്നുന്നുണ്ടാ, അതിനകത്ത് ഇട്ടിട്ട് ടേസ്റ്റ് ചെയ്തിട്ട് ചേച്ചിയുടെ ടേസ്റ്റ് ചെയ്താൽ മതി. ഇച്ചിരി ഇട്ടിട്ട് സൈഡിൽ ഇട്ടിട്ട് ടേസ്റ്റ് ചെയ്യുക. ഭയങ്കര കൂടുതൽ ഭയങ്കര സ്പൈസി ആണെന്നാണ് പറഞ്ഞു. ഈ ചെറുക്കാനാണെങ്കിൽ കൂടുതലുണ്ട്. ഫോർക്കോണോ? ഡംപ്ലിങ്സ്, ഇത് പ്രത്യേക മഷ്റൂം ചിക്കൻ ഡംപ്ലിങ്സ് ആണ്. ഏതാ? ഓ അത് ട്രൈ ചെയ്തു. അതിനത്ര എരിവില്ല. അതെ അതെ നല്ല എരിവായിരുന്നു. അത് ഭയങ്കരമായിട്ട് എരിവ്. ലാസ് വേഗാസിലെ ഹോട്ടലിൽ നിന്ന് ഫുഡ് കഴിക്കുന്ന അതുപോലെ എരിഞ്ഞ് കണ്ണീന്ന് മുഖിതൊക്കെ വന്നുകൊണ്ടാന്ന് മതി. ഇത് ഇനി പറ്റിക്കുക എല്ലാവരും. പക്ഷേ ഇതിനാണ് സ്പൈസി ഇല്ലാത്തത്, മറ്റേതാണ് ഭയങ്കര സ്പൈസി. അതിലൊക്കെ അമ്മ ഭയങ്കര സ്പൈസിയാണ്. നാട്ടിൽ ഒന്ന് വെച്ചോളൂ ഞാൻ. അവൻ എങ്ങനെ അത്രയും വലിയ തിന്നു എനിക്കറിയില്ല. അതെ അങ്ങനെ ഞങ്ങളുടെ ഇന്നത്തെ ലാസ്റ്റ് ഡിന്നറായിരിക്കും ഇവിടെ. ഏതാ കോസ്മോപൊളിറ്റനിലുള്ള ലാസ്റ്റ്. അതെ ഞങ്ങൾ അടുത്ത ഹോട്ടലിലേക്ക് പോവാണ്. ഞങ്ങളുടെ ഹോട്ടലിൻ്റെ മോൾ ഭാഗമാണ്. ഇല്ല ഇതിനകത്ത് അതിനെ കാണാൻ പറ്റാത്ത. ഇന്നലെ അത് ഭയങ്കര ഉറക്കം, ഇന്ന് ഭയങ്കര എനർജറ്റിക്. അതെ ട്യൂട്ടോറിയൽ ഹൗ ടു ഈറ്റ് ഇൻ എന്താണ് ചോപ്സ്റ്റിക്ക്. അതെ ഇന്ന് നിങ്ങളെ ഈ ട്യൂട്ടോറിയൽ കാണിച്ച് അത് എങ്ങനെയാന്ന് പഠിച്ചിട്ടേ ഇവിടെ നിന്ന് പോകുള്ളൂ അല്ലേ? അതാ ലാസ്റ്റത്തെ വഴിയല്ലേ. അതെ ലാസ്റ്റ് കുത്തണ്ടി ഒന്നും അതിന്. ഇനി അത് തിന്നണയാണ് കാണിക്കാൻ പോണത്. വണ്ടർഫുൾ അതാ വണ്ടർഫുൾ. അതിന് കൂടെ മുടിയൊക്കെ പോയി. അങ്ങനെ അതിസാഹസ്യമായി ഒരു ഡംപ്ലിങ്സ് അതും വായിലാക്കിയിരിക്കുന്നു. ഇവിടെ ഡംപ്ലിങ്സ് അല്ല ഇതിന്റെ പേര് എന്തായിരുന്നു? സുമോ അങ്ങനെ കേട്ടോ. രാത്രി വിശന്നപ്പോൾ മേടിച്ചാണ് ഇത്. സ്റ്റേക്കും സാൽമണും സ്റ്റേക്കുണ്ട്. അപ്പോൾ ഇത് ഞങ്ങളുടെ ബാൽക്കണിയിൽ നിന്നുള്ള രാത്രിത്തെ വ്യൂ ആണ്. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോ കാണാം. ബൈ.